നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. അങ്ങനെ കേരള കോൺഗ്രസുകൾ വീണ്ടും ഒന്നാവുകയാണ്. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസും PJ ജോസഫിന്റെ കേരള കോൺഗ്രസും ഒന്നാകണമെന്ന തിട്ടൂരം കത്തോലിക്ക സഭ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. കത്തോലിക്ക സഭ എന്നാൽ പാല, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി രൂപതകളാണ് ജോസ് കെ മാണിക്കും PJ ജോസഫിനും ഒരുമിക്കണമെന്ന കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2016 മത്സരിച്ചതുപോലെ മാണി ജോസഫ് വിഭാഗങ്ങൾ ഒന്നായി തന്നെ മത്സരിക്കണമെന്ന നിർദ്ദേശമാണ് കത്തോലിക്ക സഭയിലെ 3 പ്രധാന രൂപതകൾ നൽകിയിരിക്കുന്നത്. ഈ 3 പ്രധാന രൂപതകൾ പാല, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി എന്നിവയാണ് യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കേരള കോൺഗ്രസുകളുടെ അടിത്തറ. കേരള കോൺഗ്രസുകാർ ഭിന്നിപ്പിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ദോഷം ക്രൈസ്തവർക്കും കത്തോലിക്ക സഭയ്ക്കുമാണെന്നും അതുകൊണ്ട് രാഷ്ട്രീയ ശക്തിയായി, ബാർഗെയിനിങ് പവറായി ഒന്നിച്ചു നിൽക്കാൻ കേരള കോൺഗ്രസുകളുടെ യോജിപ്പ് അനിവാര്യമാണെന്നാണ് കത്തോലിക്ക സഭാധ്യക്ഷന്മാർ ജോസ് കെ മാണിയോടും PJ ജോസഫിനോടും പറഞ്ഞത്. ഇനി ഒന്നിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ സഭയുടെ പിന്തുണ കേരള കോൺഗ്രസുകൾക്ക് ഉണ്ടാകില്ലെന്ന കർശനമായ മുന്നറിയിപ്പും ഈ സഭാ പിതാക്കന്മാർ ജോസ് കെ മാണിക്കും PJ ജോസഫിനും നൽകിയിട്ടുണ്ട്. കേന്ദ്രത്തിൽ BJP സർക്കാരുമായി അടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ വഖഫ് ബില്ല് വന്നതിനെ തുടർന്ന് പാഴായി പോവുകയായിരുന്നു. മുനമ്പം വിഷയത്തിൽ കുടിയിറക്കപ്പെടുന്ന ആളുകൾക്ക് പ്രയോജനകരമായി ഒന്നും പാസാക്കിയ വഖഫ് നിയമത്തിൽ ഇല്ല എന്ന തിരിച്ചറിവാണ് കത്തോലിക്ക സഭയെ പതിയെ BJPയിൽ നിന്നും അകന്നു മാറാൻ പ്രേരിപ്പിച്ചത്. പിണറായി വിജയനാകട്ടെ ക്രൈസ്തവ സഭകളെ കണ്ട പരിചയം പോലുമില്ല. പിണറായി വിജയനായിട്ട് അടുക്കാനുള്ള ശ്രമവും വിജയൻ തന്നെ പരാജയപ്പെടുത്തിയെന്നാണ് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ രഹസ്യമായി പറയുന്നത്. കാരണം ഈഴവ വോട്ടിനെ വെച്ച് തിരഞ്ഞെടുപ്പിനെ നേടാൻ പോകുന്ന പിണറായിക്ക് ഇനി മറ്റാരുടെയും വോട്ട് വേണ്ട എന്നുള്ള നിലപാടിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ചുരുക്കത്തിൽ ക്രൈസ്തവ സഭകൾക്ക് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ആശ്രയിക്കാൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മേലാളൻ ഇല്ലാത്ത അവസ്ഥയാണ്. നേരത്തെ KM മാണി സർവശക്തനായി നിൽക്കുമ്പോൾ കത്തോലിക്ക സഭകൾക്ക്, ക്രൈസ്തവ സഭകൾക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ KM മാണി വഴി സാധിക്കുമായിരുന്നു. BJPയും CPMും കോൺഗ്രസുമെല്ലാം KM മാണി സാർ പറഞ്ഞാൽ കേൾക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി. ജോസ് കെ മാണിയെയും PJ ജോസഫിനെയും ആരും കേരളത്തിൽ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. കേരള കോൺഗ്രസുകളുടെ സംയോജനം എന്ന് കേട്ടപ്പോൾ കോൺഗ്രസുകാരും CPMകാരും ചിരിക്കുകയാണത്രേ. വീണ്ടും പിളരാനാണോ നിങ്ങൾ യോജിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് കോൺഗ്രസിൽ നിന്നും CPMൽ നിന്നുമൊക്കെ ഉയർന്നു കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കേരള കോൺഗ്രസുകളെയും യോജിപ്പിച്ച് അനൂപ് ജേക്കബിന്റെ അടക്കമുള്ള ജേക്കബ് വിഭാഗം അടക്കമുള്ള എല്ലാ കേരള കോൺഗ്രസിലെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയ ശക്തിയാകാനുള്ള ശ്രമമാണ് ഇപ്പോൾ കത്തോലിക്ക സഭ നടത്തുന്നത്. രാഷ്ട്രീയ ശക്തിയല്ലാത്തത് കൊണ്ട് സഭയ്ക്ക് BJP സർക്കാരിന് മേലിലും കേരളത്തിലെ പിണറായി സർക്കാരിന് മേലിലും കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്നില്ല എന്നാണ് അവരുടെ പരാതി. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസുകളെ ഒരിക്കൽ കൂടി ഒരുമിപ്പിച്ചുകൊണ്ട് പോയ പാരമ്പര്യവും തിളക്കവും കരുത്തും തിരിച്ചു പിടിക്കാൻ കത്തോലിക്ക സഭ ഒരുങ്ങുകയാണ്. കേരള കോൺഗ്രസ് നേതാക്കളെ സഭാപിതാക്കന്മാർ നേരിട്ട് തന്നെ ബന്ധപ്പെട്ട് വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നിങ്ങൾ ഒറ്റ കേരള കോൺഗ്രസായി മത്സരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇടതുമുന്നണിയോടൊപ്പമായാലും വലതുമുന്നണിയോടൊപ്പമായാലും കുഴപ്പമില്ല, ഒറ്റ കേരള കോൺഗ്രസായി നിന്ന് മത്സരിക്കണമെന്നും അതുവഴി 15ലധികം MLA-മാരെ സഭയ്ക്കുള്ളിൽ കൊണ്ടുവരണമെന്നുമാണ് പാല, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി രൂപതാധ്യക്ഷന്മാർ കേരള കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞതത്രേ. ഏതായാലും ജോസ് കെ മാണി തന്റെ ആഗ്രഹം തുറന്നു പറഞ്ഞു കഴിഞ്ഞു. തന്റെ പാർട്ടിയുടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ വാതിലുകളെല്ലാം ഏത് മുന്നണിക്കും വേണ്ടി തുറന്നിട്ടിരിക്കുകയാണെന്നും PJ ജോസഫിന്റെ കേരള കോൺഗ്രസും അനൂപ് ജേക്കബിന്റെ കേരള കോൺഗ്രസും എന്തിന് ഇനി PC ജോർജ് തിരിച്ചു വന്നാൽ പോലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സ്വീകരിക്കാൻ തയ്യാറാണെന്നുള്ള സന്ദേശമാണ് KM മാണിയുടെ 6ാം ചരമവാർഷികത്തിൽ ജോസ് കെ മാണി നൽകിയത്. ഇതിന് അനുകൂലമായി ജോസഫ് ഗ്രൂപ്പിന്റെ നേതാവ് മോൻസ് ജോസഫും തലയാട്ടുന്നുണ്ടായിരുന്നു. അതോടെ ഏറെക്കുറെ സഭകളുടെ നിർബന്ധത്തിന് വഴങ്ങി, സഭകളുടെ കനത്ത സമ്മർദ്ദത്തിന് വഴങ്ങി കേരള കോൺഗ്രസുകൾ യോജിപ്പിന്റെ പാത കണ്ടെത്തുകയാണ്. അത് UDFിലേക്ക് തന്നെ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ജോസ് കെ മാണി LDF-ൽ നിന്ന് പോകണമെങ്കിൽ പോകട്ടെ എന്നുള്ള നിലപാടാണ് പിണറായി വിജയനുള്ളത്. കാരണം ആ സീറ്റിൽ കൂടി CPM-ന്റെ ക്രൈസ്തവ സ്ഥാനാർത്ഥികൾ മത്സരിച്ചാൽ അതായിരിക്കും തനിക്ക് കൂടുതൽ പ്രയോജനമെന്ന് പിണറായി വിജയൻ കരുതുന്നു. ഏതായാലും UDF-ലേക്ക് ചായാൻ, കോൺഗ്രസിലേക്ക് ചായാൻ കത്തോലിക്ക സഭ തീരുമാനിച്ചതോടെ കേരള കോൺഗ്രസുകളിൽ യോജിപ്പിന്റെ ഒരു അന്തരീക്ഷം ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ളത് സത്യമാണ്. ഏതായാലും വരുന്ന 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജോസ് കെ മാണിയുടെയും PJ ജോസഫിന്റെയും അനൂപ് ജേക്കബിന്റെയും കേരള കോൺഗ്രസുകൾ ഒരുമിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് കേരള കോൺഗ്രസ് നേതാക്കളും സഭാപിതാക്കന്മാരും രഹസ്യമായി സമ്മതിക്കുന്നത്.